ഇന്ത്യയുടെ ഫാം സെക്ടർ, അതായത് ചെറിയ ചെറിയ കച്ചവടങ്ങളും ബിസിനസ്സും മൾട്ടിപ്പിളായിട്ട് അതിനെ തളർത്തുന്ന രീതിയിൽ ഒരിക്കലും ട്രേഡ് ഡീൽ ഉണ്ടാകാൻ പാടില്ല. എത്ര ഫ്രണ്ട് എന്ന് പറഞ്ഞാലും എത്ര ഇതാണെന്ന് പറഞ്ഞാലും അമേരിക്കൻ അഗ്രികൾച്ചർ ഫാമിംഗ് എന്ന് പറയുന്നതിൽ ഹൈലി സബ്സിഡൈസ്ഡ് ആണ്. ഈ സാധനം ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫാം സെക്ടർ എന്ന് പറയുന്നത് തകർന്ന് നാശമായി പോകും 100%. ട്രംപിന്റെ താല്പര്യം ഇന്ത്യയുടെ ഫാം സെക്ടർ തകർക്കുക, അമേരിക്കൻ എക്കോണമി സ്ട്രെങ്തൻ ചെയ്യുക. അമേരിക്കൻ പത്രങ്ങളും മറ്റുള്ള ഇന്റർനാഷണൽ മീഡിയ ഒക്കെ എഴുതി അമേരിക്കൻ എക്കോണമി തകരാൻ പോവുകയാണ് ട്രംപിന്റെ ടാരിഫിൽ. പക്ഷെ 3ാമത്തെ ടൈം വന്നു, അമേരിക്കൻ എക്കോണമി ഭയങ്കരമായിട്ട് സർജ് സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഈ രീതിയിലാണ് പോകുന്നത്. അതായത് നമ്മൾ ഈ കാണുന്നതല്ല, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വല്ലാതെ ദ്രോഹിക്കുന്ന രാജ്യമാണ് ചെറിയ ചെറിയ രാജ്യങ്ങളെ. ഇന്ത്യയെ പിഴിഞ്ഞെടുക്കാൻ പോകുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ 25% ടാരിഫ് ഇന്ത്യയുടെ മുകളിൽ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മോദി ഗവൺമെന്റ് അമേരിക്കക്കെതിരെയും ട്രംപിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല. നമ്മുടെ ഫാർമ സെക്ടർ, നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ടർ, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി അമേരിക്കയിൽ പോകുന്നുണ്ട്. അതേപോലെ പല സെക്ടേഴ്സ് കേരളത്തിലെ, അതായത് നമ്മൾ സീ ഫുഡ്, ഷ്രിംപ്, അതേപോലെ മറ്റുള്ള സീ ഫുഡ്, സ്പൈസസ്, ഇതിനെയൊക്കെ ഡീപ്പായിട്ട് ബാധിക്കാൻ പോവുകയാണ്.